ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു വിപത്താണ്. ആരുടെ ഭാഗത്തെ വീഴ്ചയാണ് ഇതെന്ന് ആരോപിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഒരു രാഷ്ട്രീയ പരിപാടിയിൽ സംഭവിച്ച തിരക്ക്, അപകടം എന്നതിലുപരി ഒരു നടനോടുള്ള ആരാധന, തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണാനെത്തിയ ഒരു വലിയ ജനക്കൂട്ടത്തിനാണ് ഇങ്ങനെയൊരു ദുരവസ്ഥയുണ്ടായത്. ആരുടെ ഭാഗത്തെ തെറ്റാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണിത്. അതെ, തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും വലിയൊരു ദുരന്തം രാജ്യത്തെ നടുക്കുന്ന വളരെ ദാരുണമായൊരു സംഭവം തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു. തമിഴക വെട്രിക്കഴകം എന്ന സൂപ്പർ താരമായ വിജയിൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം നടക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ നടക്കാനിരിക്കെ വലിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ പാർട്ടിയായി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ റാലികൾ സമയം, അതിൽ മൂന്നാമത്തെ റാലി ഈ ശനിയാഴ്ച ഇന്ന് നടന്നു. ഒപ്പം കഴിഞ്ഞ 2 ആഴ്ചകളിലും വലിയ ജനക്കൂട്ടം എത്തുകയും സുരക്ഷാ ഭീഷണിയും മുന്നറിയിപ്പുകളും ഒക്കെ സംഭവിച്ചിരുന്നു. ഇതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണ നയപ്രഖ്യാപന യോഗം വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിയത്. അത് വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളില്ലാതെ നടത്തുകയും ചെയ്തു. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയ് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നാഗപട്ടണത്തും ഇന്ന് കരൂർ മേഖലയിൽ നടത്തിയത്. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ വളരെ ഹൃദയഭേദകമായ ഒരു മഹാദുരന്തമായി തമിഴ്നാട്ടിലെ കരൂരിൽ ഈ TVKയുടെ റാലി പരിണമിച്ചു എന്ന് പറയേണ്ടി വരും. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 40-ലധികം ആളുകളെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 10-14 ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഏതായാലും അതിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയേണ്ടി വരും. ജസ്റ്റിസ് അരുണ ജഗദീശിൻ്റെ നേതൃത്വത്തിലുള്ള റിട്ടയർഡ് ജഡ്ജിനെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ സമിതിയെ വെച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം നടക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം മാത്രം ആയി തന്നെ ഇത് മാറിയിരിക്കുന്നു. വിജയിനെതിരെ കേസെടുക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നു. DMKയും AIDMK ഇക്കാര്യത്തിൽ അവരുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. പനീർസെൽവം ഇതിൽ എടപ്പാടി പളനിസ്വാമി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ നേതാക്കൾ, K അണ്ണാമലയെ പോലെ BJPയുടെ നേതാക്കൾ, കുഷ്ബുവിനെ പോലുള്ള നേതാക്കൾ, നിരവധി നേതാക്കൾ ഇതിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. CPI